ഹായ്, വെൽക്കം ബാക്ക് ടു സുദീപ്സ് ഇംഗ്ലീഷ് കൗൺസിൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് കഴിഞ്ഞ ക്ലാസ്സിന്റെ കണ്ടിന്യൂവേഷൻ അല്ല, പക്ഷെ ബന്ധമുള്ളൊരു ടോപ്പിക്കാണ് ഷാൽ. ഭാവി കാര്യങ്ങൾ പറയുന്ന, ഫ്യൂച്ചറിലെ കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ഓരോ ക്ലാസ്സിലും പഠിച്ചു പോകുന്നത്. ഇന്ന് നമുക്കൊരു കാര്യം ചെയ്യാം എന്ന് പറയുന്ന ഒരു രീതിയാണ് ഷാലിന്റെ ഉപയോഗങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഷാലും വില്ലുമായിട്ട് നമുക്ക് ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം രണ്ടും ഭാവിയിലെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, ഷാലാണെങ്കിലും വില്ലാണെങ്കിലും. പക്ഷെ ഇതിന്റെ പ്രധാന വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഞാനൊരു കാര്യം ചെയ്യും എന്ന് ഉറപ്പുള്ളപ്പം ഐ വിൽ എന്ന് നമ്മൾ പറയും. ഞാൻ സ്കൂളിൽ പോകും, ഐ വിൽ ഗോ ടു സ്കൂൾ. ഞാൻ വണ്ടി ഓടിക്കും, ഐ വിൽ ഡ്രൈവ് എ വെഹിക്കിൾ. അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യും, ഐ വിൽ ഡു. ചെയ്യും, അപ്പോൾ ഉറപ്പാണ്. വില്ല് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അവിടെ മനസ്സിലാകുന്നത് ഉറപ്പായിട്ടും നമ്മൾ ആ കാര്യം കറക്റ്റായിട്ട് ചെയ്യുമെന്നാണ്. പക്ഷെ ഷാൽ അങ്ങനെയല്ല. ഞാൻ ചെയ്യാമെന്ന് പറയുന്ന ഒരു വാക്കാണ്. ഇതിന് അത്ര ഉറപ്പില്ല. വില്ലെന്ന് പറയാൻ നമുക്കൊരു കാര്യം ഉറപ്പുള്ളപ്പം മാത്രമേ, അല്ലെങ്കിൽ നേരത്തെ തീരുമാനിച്ച കാര്യങ്ങളോ ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമാണ് വില്ല് ചേർത്ത് പറയുന്നത്. ഉറപ്പില്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ ഷാല് ചേർത്ത് പറയുന്നത്. ഓക്കെ, അപ്പൊ ക്ലിയർ അല്ലേ? ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രം വില്ല് ഉപയോഗിച്ച് പറയുക. ഉറപ്പ് കുറവുള്ള, അത്രയ്ക്കും നമുക്ക് ഉറപ്പില്ല ആ ഒരു കാര്യം നമ്മൾ ചെയ്യുമോന്നോ, അല്ലെങ്കിൽ ഒരു പെർമിഷനോ സജഷൻ എന്ന് പറഞ്ഞാൽ ഒരു അഡ്വൈസ് പോലെയൊക്കെ നമ്മൾ പറയാൻ വേണ്ടി, ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, അങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്നൊക്കെ പറയുന്ന സജഷനോ, അല്ലെ ഞാൻ ചെയ്തോട്ടെ, അല്ലെങ്കിൽ ഞാൻ അവിടെ പൊക്കോട്ടെ എന്നൊക്കെ ചോദിക്കുന്ന പെർമിഷനുകളോ ഒക്കെ ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് ഷാൽ. ഓക്കെ, അപ്പം വില്ല് പോലെയല്ല. വില്ല് ഉറപ്പുള്ള സാഹചര്യങ്ങളിലാണ് ഉപയോഗിക്കുന്നത്. ഉറപ്പില്ലാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ വില്ലിന് പകരം ഷാൽ ഉപയോഗിക്കും. വില്ല് നമുക്ക് എല്ലാ സബ്ജക്റ്റുകളുടെ കൂടെ ഒരുപോലെ ഉപയോഗിക്കായിരുന്നു, അല്ലെ? പക്ഷെ ഷാലിന് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. നമുക്ക് ഐടൊപ്പവും വീടൊപ്പവും മാത്രമേ ഇംഗ്ലീഷിൽ ഷാൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഷാലോ, ഷാലിന്റെ നെഗറ്റീവായ ഷാൻഡ് എന്ന് പറഞ്ഞ ഷോർട്ട് ഫോം ആണ്. ഷാലിനോട്ടോ ഒക്കെ ആണെങ്കിലും നമ്മൾ ആകെ ഐ എന്നുള്ള പ്രൊനൗണിന്റെ കൂടെയും വി എന്നുള്ള പ്രൊനൗണിന്റെ കൂടെയും മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. വേറെ ഒരു വാക്കിനൊപ്പമോ ഒരു പേരിനൊപ്പമോ ഒന്നും നമ്മളിത് ഉപയോഗിക്കില്ല. നമ്മൾ ആകെ ഉപയോഗിക്കുന്നത് ഈ രണ്ട് പ്രൊനൗൺസിനോടൊപ്പം മാത്രമാണ് ഷാൽ ഉപയോഗിക്കുന്നത്. അതാണ് ഷാലിന്റെ മറ്റൊരു പ്രത്യേകത. അപ്പൊ എല്ലാവർക്കും ക്ലിയർ അല്ലേ? അപ്പൊ നമുക്കിനി നോക്കാം. ആദ്യമായിട്ട് ഞാൻ നിന്നെ സഹായിക്കാം. ഞാൻ നിന്നെ സഹായിക്കാം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമുക്കത് ഐ ഷാൽ ഹെൽപ്പ് യു. ഐ ഷാൽ ഹെൽപ്പ് യു. ഞാൻ നിന്നെ സഹായിക്കാം. അപ്പം ഐ ഷാൽ ഹെൽപ്പ് യു. ഇവിടെ ഞാൻ നിന്നെ സഹായിക്കും, സഹായിക്കാം എന്ന് പറഞ്ഞ ഉറപ്പുണ്ടോ? ഞാൻ നിന്നെ സഹായിക്കാം നമ്മൾ പറയുമോ? ഞാൻ സഹായിക്കാം. നമ്മുടെ ഒരു മനസ്സ് പറയുന്നു ഞാൻ ഇന്ന കാര്യം ചെയ്യാമെന്ന് പറയുന്നു. ഞാൻ ചെയ്യും എന്നല്ല, ഞാൻ സഹായിക്കും എന്നല്ല. സഹായിക്കും എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഉറപ്പുള്ളൊരു കാര്യമാണ്. ഞാൻ സഹായിച്ചിരിക്കും, ഞാൻ സഹായിക്കും, ഉറപ്പാണ്. പക്ഷെ ഇതല്ല, സഹായിക്കാം. അപ്പൊ നമുക്ക് വില്ല് പറയുന്ന പോലെ അത്ര ഉറപ്പുള്ളൊരു കാര്യമല്ല. ഞാൻ സഹായിക്കാമെന്നേ ഉള്ളൂ. ചിലപ്പോൾ സഹായിക്കുമായിരിക്കും, ചിലപ്പോൾ സഹായിക്കത്തില്ലായിരിക്കും. പക്ഷെ നമ്മൾ ജസ്റ്റ് പറയുന്നു. നമ്മൾ ഉറപ്പായിട്ടും 100% ഗ്യാരണ്ടി കൊടുത്ത് പറയുന്ന ഒരു കാര്യമല്ല ഇത്. അപ്പൊ അങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ ഷാൽ ഉപയോഗിക്കേണ്ടത്. അപ്പൊ നമ്മൾ എങ്ങനെ പറയണം? ഞാൻ ഐ സഹായിക്കാം, ഷാൽ ഹെൽപ്പ്. സഹായിക്കും എന്നാണെങ്കിൽ ഇവിടെ വിൽ ഹെൽപ്പ് വന്നേനെ. സഹായിക്കാം, ഷാൽ ഹെൽപ്പ്. പിന്നെ നിന്നെ യു, അത്രയേ ഉള്ളൂ. പിന്നെ വെർബിന്റെ കാര്യം പിന്നെ വ്യത്യാസമൊന്നുമില്ല. വെർബ് V1ന്റെ പ്ലൂറലാണ് നമ്മൾ ഈ ഫ്യൂച്ചർ ഉപയോഗിക്കുന്നത്. സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഓക്കെ, ഞങ്ങൾ വീട്ടിൽ പൊയ്ക്കോട്ടെ. ഇതൊരു ചോദ്യമാണ്, പോസിറ്റീവിന്റെ ചോദ്യമാണ്. ഞങ്ങൾ വീട്ടിൽ പൊയ്ക്കോട്ടെ. അപ്പൊ നമ്മൾ എങ്ങനെ ചോദിക്കണം? അപ്പൊ നമുക്ക് ഷാല് മുമ്പിലിടുക, അത്രയേ ഉള്ളൂ. ഞങ്ങളായതുകൊണ്ട് വി വന്നു. ഷാൽ വി ഗോ ഹോം. ഞങ്ങൾ വീട്ടിൽ പൊയ്ക്കോട്ടെ. ഏറ്റവും കൂടുതൽ ഷാൽ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമാണ് ഇങ്ങനെ ചോദ്യം ചോദിക്കുന്ന, ഒരു പെർമിഷൻ ചോദിക്കുന്ന. പെർമിഷൻ, ഒരാളോട് അനുവാദം ചോദിക്കാൻ വേണ്ടി, ഭാവി ഞാൻ ഇന്ന കാര്യം ചെയ്തോട്ടെ എന്ന് ഭാവിയിലെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി അനുവാദം ചോദിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഷാൽ. ഷാൽ ഐ ഗോ, ഞാൻ പൊക്കോട്ടെ. ഷാൽ ഐ റൈറ്റ്, ഞാൻ എഴുതിക്കോട്ടെ. ഷാൽ ഐ ഡാൻസ്, ഞാൻ ഡാൻസ് കളിച്ചോട്ടെ. ഷാൽ ഐ ഈറ്റ്, ഞാൻ കഴിച്ചോട്ടെ. ഷാൽ ഐ പ്ലേ, ഞാൻ കളിച്ചോട്ടെ. ഷാൽ ഐ കം, ഞാൻ വന്നോട്ടെ. ഷാൽ ഐ സ്ലീപ്പ്, ഞാൻ കിടന്നോട്ടെ. അങ്ങനെ ഒരുപാട് പെർമിഷൻ എന്ന് ഓർക്കുമ്പോൾ എപ്പോഴും എല്ലാവർക്കും ഓർമ്മ വരുന്നൊരു വാക്കാണ് ഷാൽ എന്ന് പറയുന്നത്. സോ ഷാൽ വി ഗോ ഹോം, ഞങ്ങൾ വീട്ടിൽ പൊയ്ക്കോട്ടെ എന്നാണ് അതിന്റെ അർത്ഥം. ഷാൽ വി ഗോ ഹോം, ഞങ്ങൾ വീട്ടിൽ പൊയ്ക്കോട്ടെ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു യൂസേജ് ആണ് ചോദ്യം ചോദിക്കുന്ന രീതി. ഓക്കെ, അപ്പൊ ഷാൽ ചേർക്കുക, സബ്ജക്റ്റ് ചേർക്കുക, പിന്നെ കാര്യം പറയുക. ദാറ്റ്സ് ഇറ്റ്. ഇനിയും ഇതിന്റെ നെഗറ്റീവ് സെന്റൻസ് നോക്കിയാലോ.
പിന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പം ഒരു കാര്യം സഹായിക്കാം, പൊയ്ക്കോട്ടെ എന്നൊക്കെ എൻ്റെ മലയാളം നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തു. ഇത് നെഗറ്റീവിൻ്റെ ചോദ്യം വരുമ്പോൾ ഞാൻ ഈ തന്നിരിക്കുന്ന മലയാളം ട്രാൻസ്ലേഷൻ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. കാരണം ഇംഗ്ലീഷ് മലയാളം രണ്ട് വ്യത്യസ്ത ഭാഷകളായതുകൊണ്ട് ഒരു പരിധിവരെ നമുക്ക് പല ടെൻസുകളിലും എൻ്റെ കറക്റ്റ് മലയാളം കിട്ടുമായിരുന്നു. പക്ഷെ ഇതിൽ എൻ്റെ ആക്യുറേറ്റ് മലയാളം നിങ്ങൾ കറക്റ്റ് എങ്ങനെ തന്നെ പഠിക്കേണ്ട സാഹചര്യം അനുസരിച്ചാണ്. അപ്പോൾ സാഹചര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓർക്കുക, വില്ല് ഉറപ്പുണ്ട്, ഷാല് ഉറപ്പില്ല. വില്ല് ഉറപ്പുണ്ട്, ചെയ്യും, ഷാല് ചെയ്യാം എന്നേ ഉള്ളൂ. ഉറപ്പ് കുറവാണ്. ചെയ്യാമെന്ന് നമ്മുടെ ഒരു കൺസെന്റ് ഒക്കെ പറയുന്നൊരു വാക്കാണ് ഷാൽ. ചെയ്യുമെന്ന് ഉറപ്പ് കൊടുക്കുന്നില്ല ഷാൽ, അത് മാത്രം ഓർക്കുക. അപ്പൊ ഐ ഷാൽ നോട്ട് ഗോ ടു സ്കൂൾ, ഞാൻ സ്കൂളിൽ പോകണ്ട, എനിക്ക് സ്കൂളിൽ പോകണ്ട. ഐ ഷാൽ നോട്ട് ഗോ ടു സ്കൂൾ. ഇപ്പൊ നമ്മൾ ഇതാണ് പോലും ഈ മലയാളം ട്രാൻസ്ലേഷൻ നിങ്ങളൊരു ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് നോക്കിയാൽ മതി. ഈ ഒരു മലയാളം ട്രാൻസ്ലേഷൻ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി നോക്കിയാൽ മതി. ഓക്കെ, വേറൊന്നുമല്ല. ഐ ഷാൽ നോട്ട് ഗോ ടു സ്കൂൾ എന്ന് നമ്മൾ പറയുന്നത് എപ്പോഴാന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു കുട്ടികളൊക്കെ സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയായിട്ട് എനിക്ക് സ്കൂളിൽ പോകണ്ട, ഞാൻ സ്കൂളിൽ പോകില്ല എന്നല്ല പറയുന്നത്. ഞാൻ സ്കൂളിൽ പോകില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകില്ല, തീരുമാനമാണ്, ഉറച്ച തീരുമാനമാണ്. അത് ഐ വിൽ നോട്ട് ഗോ ടു സ്കൂൾ എന്ന് പറയും. പക്ഷെ ഞാൻ സ്കൂളിൽ പോകില്ല എന്ന് പറയുന്നത് നമുക്കത് ഉറപ്പുള്ള തീരുമാനമല്ല, ഉറച്ചുള്ള തീരുമാനമല്ല. പക്ഷെ എനിക്ക് സ്കൂളിൽ പോകണ്ട, മടി പിടിച്ച് ഞാൻ സ്കൂളിൽ പോകണ്ട എന്നൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിലാകുമ്പോൾ അത് ഐ ഷാൽ നോട്ട് ഗോ ടു സ്കൂൾ, എനിക്ക് സ്കൂളിൽ പോകണ്ട എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം മലയാളത്തിൽ. ഓക്കെ, അപ്പം ഈ ഒരു വാക്ക് നിങ്ങൾ കറക്റ്റ് ഒരു സ്ട്രെസ് കൊടുക്കണ്ട ഞാൻ പറഞ്ഞത്. കാരണം നമുക്ക് ഈ ഒരു മലയാളം ട്രാൻസ്ലേഷൻ കഴിഞ്ഞാൽ കറക്റ്റ് ഒരു വാക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഏകദേശം ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു വാക്ക് ഞാൻ ഇവിടെ തന്നെന്ന് മാത്രമേ ഉള്ളൂ. ഈ രണ്ട് വാക്കുകളുടെ മലയാളം ട്രാൻസ്ലേഷനിൽ നിങ്ങൾ ഇത് മനസ്സിലാക്കേണ്ടത്, ഐ വിൽ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പുള്ള സമയത്താണ് വില്ല് ഉപയോഗിക്കുക, ഉറപ്പില്ലാത്ത സമയത്താണ് ഷാൽ. അപ്പൊ നെഗറ്റീവാണ് ഐ ഷാൽ നോട്ട് ഗോ ടു സ്കൂൾ. ഷാൽ നോട്ടിന്റെ ഷോർട്ട് ഫോം ആണ് ഷാൻഡ്, SHAND, ഷാൻഡ്. അപ്പം എപ്പോഴും ഉപയോഗിക്കും, ഷാൻഡ് വേണമെങ്കിൽ ഉപയോഗിക്കാം കോമൺ ആയിട്ട്. അതിന്റെ ചോദ്യം വരുമ്പോഴോ ഷാൽ ഐ നോട്ട് ഗോ ടു സ്കൂൾ, സ്കൂളിൽ പോകണ്ടേ, ഞാൻ സ്കൂളിൽ പോകണ്ടേ എന്നുള്ള രീതി ഏകദേശം നമുക്ക് അങ്ങനെ പറയാം. അതും മലയാളം ട്രാൻസ്ലേഷൻ നിങ്ങൾ ഇതിലും കൂടുതൽ സ്ട്രെസ് കൊടുക്കണ്ട. പക്ഷെ മനസ്സിലാക്കേണ്ട ഇതാണ്, ഇവിടെ വിൽ നോട്ട് ഐ ഗോ ടു സ്കൂൾ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഷോർട്ട് ഫോം എടുക്കാം, വോണ്ട് ഐ ഗോ ടു സ്കൂൾ എന്ന് പറഞ്ഞാൽ ഞാൻ സ്കൂളിൽ പോകില്ലേ എന്നായിപ്പോ, ഞാൻ സ്കൂളിൽ പോകില്ലേ. അത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ് അങ്ങനെ. അപ്പം ഇത് പക്ഷെ അങ്ങനെയല്ല, ഇത് ഇത്ര സീരിയസ് അല്ല, ഷാലാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം, ഒരു പെർമിഷൻ ഒക്കെ ചോദിക്കുന്ന പോലെ കുറച്ചുകൂടെ മയമായിട്ട് ചോദിക്കുന്ന, അത് വേറൊരു രീതി പറയാം, മയമായിട്ട് ചോദിക്കുന്ന രീതിയാണ് ഷാൽ എപ്പോഴും. വിൽ അങ്ങനെയല്ല, വിൽ എടുത്തടിച്ചുള്ള തീരുമാനങ്ങളാണ്, അതിൽ നമുക്കൊരു മാറ്റമില്ല. ഷാലിൽ അങ്ങനെയല്ല, ഷാൽ ഉപയോഗിച്ച് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും പെർമിഷൻ ചോദിക്കുമ്പോഴും നമുക്കൊരു മയത്തിൽ അത് വേണമെങ്കിൽ ഒരാളോട് ചോദിക്കുക. അപ്പം ഷാൽ ഐ നോട്ട് ഗോ ടു സ്കൂൾ, ഞാൻ സ്കൂളിൽ പോകണ്ടേ, അപ്പൊ അത് പോകണ്ടെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല അവിടെ. പക്ഷെ മറ്റേത് വോണ്ട് ഐ ഗോ ടു സ്കൂൾ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ സ്കൂളിൽ, അത് ചൂടെ സീരിയസ് ഞാൻ സ്കൂളിൽ പോകണ്ട, നമുക്ക് പോകേണ്ട ഒരു കാര്യത്തിന് പോകണ്ടെന്ന് ഒരാൾ പറയുമ്പോൾ പോകണ്ടേ നമ്മൾ ഭയങ്കര ഫീലായി പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇവിടെ അത്രയ്ക്കും എഫക്റ്റ് അല്ല. അപ്പൊ ഇത് മെയിൻ ആയിട്ട് നിങ്ങൾ നോക്കേണ്ട ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഈ ചെയ്യാമെന്നുള്ള രീതിയും, ഒന്ന് ചെയ്തോട്ടെ എന്ന് ചോദിക്കുന്ന പെർമിഷനുമാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. സോ ഒന്നുകൂടെ ഞാൻ പറയുന്നു, ഷാൽ എന്ന് പറയുന്ന ഒരു പെർമിഷൻ ചോദിക്കുന്ന അല്ലെങ്കിൽ ഒരു സജഷൻ ചോദിക്കുന്ന വാക്കാണ്. വില്ലെന്ന് പറയുന്ന വില്ല് ഉപയോഗിക്കുമ്പോൾ ഉറപ്പുണ്ട്, ഷാലിന് അത്ര ഉറപ്പില്ല. പെർമിഷനൊക്കെ ചോദിക്കാൻ വേണ്ടി എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഷാൽ തന്നെയാണ്. ഷാല് ഐയുടെ കൂടെയും വിയുടെ കൂടെയും ഉപയോഗിക്കുകയുള്ളൂ. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. എപ്പോഴും വില്ല് പോലെ എല്ലാത്തിനോടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാക്ക് അല്ല. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ക്ലാസ്സോടെ നമുക്ക് ഈ ഒരു ഫ്യൂച്ചറിലെ മെയിൻ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്യുവാണ്. ഇനി നമുക്കുള്ളത് യൂസേജുകൾ, സിറ്റുവേഷൻസ് മാത്രമാണ്. ഈ ഒരു കാര്യങ്ങളിൽ നമുക്ക് അടുത്തൊരു ക്ലാസ്സിലൂടെ അതും നമുക്ക് കംപ്ലീറ്റ് ചെയ്യും. സോ എല്ലാവർക്കും ഈ ക്ലാസ് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.